Namaste, welcome to our channel The Wheel of Fortune 7/7 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് 48 അവേഴ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് ചെക്ക് ചെയ്യാം. ലെറ്റ്സ് ചെക്ക്. Please guide me universe, please guide me divine, please guide me angels. നെക്സ്റ്റ് 48 അവേഴ്സിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണുമായിട്ടുള്ള റിലേഷനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത്. നെക്സ്റ്റ് 48 അവേഴ്സ് എനർജി പ്ലീസ്. Two of Pentacles, Six of Wands, Page of Pentacles, the Hanged Man. Okay. Okay, so happy. I don't know why, but I'm so happy. Okay, anyways, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ റീഡിങ്സിൽ കാണാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് 48 അവേഴ്സിൽ നിങ്ങളുടെ റിലേഷനിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറിലേക്ക് സമയം വരാൻ പോവുകയാണ്. മേ ബി നിങ്ങളുടെ റിലേഷനിൽ ഈ ഒരു ടൈമിൽ വളരെ ബാഡ് ആയിട്ടുള്ളൊരു ഫേസ് ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ നിങ്ങളെയും തേർഡ് പാർട്ടിയിലും ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിൽ നിങ്ങളെ ആക്കി വെച്ചിട്ടുണ്ടാകും. കുറച്ച് പേർക്ക് എനിക്ക് തോന്നുന്നു റിലേഷനിൽ ഒരു ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ റിലേഷൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ഇതിൽ ബാലൻസ് വരുന്നില്ല. നിങ്ങൾ ആ ഒരു റിലേഷൻ്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ഫേസിലാണ്, അല്ലെങ്കിൽ ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാനുള്ളൊരു ഫേസിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നുള്ളത്. ലൈക്ക് എന്ത് ആക്ഷൻ എടുത്താൽ കണക്ഷൻ എൻ്റെ ഫേവറിൽ വരും എന്നുള്ള ഒരു രീതിക്കാണ് ചിലരൊക്കെ ഇവിടെ മൈൻഡ് സെറ്റിൽ നിൽക്കുന്നുള്ളത്. ലൈക്ക് ഞാൻ മൂവ് ഓൺ ചെയ്താലോ, ഞാൻ കണക്ഷൻ ഇത് സ്റ്റെപ്പ് ബാക്ക് ചെയ്താലോ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. സോ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ഓക്കെ, നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം എന്നാണ് ഈ റിലേഷന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ആക്ഷൻ എടുക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. സോ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. സോ ആക്ഷൻ എടുത്തോളുക. എന്ത് ആക്ഷൻ ആണെങ്കിലും നിങ്ങൾ എടുത്തോളുക. നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം എന്നാണ് ഗൈഡ് ചെയ്യുന്നത്. ആ ഒരു ആക്ഷൻസിനെ നിങ്ങൾ ഫോർവേഡ് ചെയ്തോളുക. ഓക്കെ, സോ അവർ എനർജീസ്. സെക്കൻഡ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ റിലേഷനിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വേയിൽ ഇവിടെ നിങ്ങൾക്കൊരു കൺഫെഷൻ വരാൻ പോവുകയാണ്. കൺഫെഷൻ മീൻസ് ലൈക്ക് നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ നിങ്ങൾക്ക് മാരേജ് പോസിബിൾ ആയിട്ടുള്ള റിലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ മേ ബി നിങ്ങളുടെ പ്രപ്പോസൽ വന്നു, അത് മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളെ മാരേജ് എൻഗേജ്മെൻറ്റിലേക്ക് എത്തി പക്ഷെ വീണ്ടും അത് മുടങ്ങിപ്പോയി. സോ സെയിം കാര്യം വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് റിപ്പീറ്റ് ആകാൻ പോവാണ്. ലൈക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുടങ്ങിയ ആ ഒരു പ്രപ്പോസൽ നിങ്ങളിലേക്ക് വീണ്ടും വരാൻ പോവുകയാണ്. അതായത് മേ ബി അവരുടെ ഫാമിലിയിൽ മദർ സമ്മതിക്കുന്നുണ്ടാവില്ല, വേണ്ട റിലേഷൻ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ പോയതായിരിക്കാം. എന്താണെങ്കിലും അവരുടെ എല്ലാവരുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടി വീണ്ടും ഈ റിലേഷൻ നിങ്ങളിലേക്ക് കറങ്ങി തിരിഞ്ഞ് വരാൻ പോവാം. ഓക്കെ, ആ ഒരു എനർജീസ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റൈൻഡ് പാർട്ണറാണ്. സോ തേർഡ് പേഴ്സൺസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓബ്സ്റ്റക്കിൾസും ചാലഞ്ചസും ഏതൊരു വ്യക്തി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാനുള്ള കണക്ഷനാണ്. ഈ ഒരു പ്രപ്പോസൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള പ്രപ്പോസലാണ്. സോ നിങ്ങളുടെ കോർട്ടിൽ തന്നെ ഈ ഒരു ബോൾ വന്ന് വീഴും കറക്റ്റായിട്ട്. സോ അതോർത്തിട്ട് നിങ്ങൾ വറീഡ് ആവണ്ട, സ്ട്രെസ്ഡ് ഔട്ട് ആവണ്ട. നിങ്ങൾ ഡൗൺ ആയിരിക്കാം, മാരേജ് മുടങ്ങിപ്പോയല്ലോ അല്ലെങ്കിൽ സ്പെസിഫിക് പേഴ്സൺ പോയല്ലോ എന്നുള്ള രീതിക്ക് നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുകയായിരിക്കും. സോ ആ ഒരു പ്രപ്പോസൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാനായിട്ടുള്ളതാണ്. അതെങ്ങും പോയിട്ടില്ല കേട്ടോ. അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ട് വറീഡ് ആവുകയേ വേണ്ട. നിങ്ങളുടെ ഫേവറിലേക്ക് ടൈം വരാൻ പോവുകയാണ്.
ഇനി നിങ്ങൾ മാരേജിന് വേണ്ടിയിട്ട് നോക്കുന്ന ആളുകളാണ് ഈ റീഡിങ് നോക്കുന്നത്, നിങ്ങളുടെ ഫസ്റ്റ് റിലേഷൻ ഫെയിലായി, സെക്കൻഡ് നിങ്ങൾ മാരേജ് നോക്കുകയാണ്, നിങ്ങൾ വിഡോയായിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് മാരേജസ് നോക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് മാരേജസിന് തന്നെ നോക്കുന്ന ആളുകളായിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ ഡെസ്റ്റൈൻഡ് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ആകുമ്പോൾ നെക്സ്റ്റ് 48 hours നിങ്ങൾക്കൊരു അറേഞ്ച് സെറ്റപ്പിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ, നിങ്ങളുടെ ഡെസ്റ്റൈൻഡ് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു ഡെസ്റ്റൈൻഡ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പാസ്റ്റ് ലൈഫാണ്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ഹസ്ബൻഡ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് വൈഫാണ്. നിങ്ങൾക്ക് ഫസ്റ്റിലെ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും ലൈക്ക് ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ എവിടെയോ അത്രയ്ക്കും ഡീപ്പായിട്ട് റൂട്ട് സോൾ ലെവലിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു തോട്ട്സ് നിങ്ങൾക്ക് ഉടനെ തന്നെ വരാൻ പോവുകയാണ് ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ. അതാണ് നിങ്ങളുടെ ഡെസ്റ്റൈൻഡ് പാർട്ട്ണറെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ടുള്ള ഒരു സൈൻ. ഓക്കെ, നെക്സ്റ്റ് ബാക്കി കുറച്ച് കാര്യങ്ങൾ 48 hours സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷനിൽ ഒരു പുതിയ റൊമാൻറ്റിക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. യു ആർ എ സ്പിരിച്വൽ ജേർണി, നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജേർണിയിൽ ഒരു റൊമാൻറ്റിക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റുമായിട്ടൊരു സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സൈക്കിൾസ് ബിഗെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ നോർമൽ റിലേഷനാണ്, നോർമൽ റിലേഷൻ്റെ എനർജീസിലാണ് ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ ഓവറോൾ ഒരു ബാലൻസ് വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫേവറിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ എൻ്റെ കോർട്ടിൽ ബോൾ വീണല്ലോ, അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു തോട്ട്സിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പാടില്ല. നിങ്ങളുടെ ഫേവറിൽ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ വരുമ്പോൾ ഡോണ്ട് ലെറ്റ് പ്രൈഡ് ടു ഗെറ്റ് ഇൻ യുവർ വേ. ഓക്കെ, അതിൻ്റെ പേരിൽ നിങ്ങൾ പ്രൈഡ് ആവാൻ പാടില്ല. ലൈക്ക് അയാൾ എൻ്റെ മുന്നിൽ വന്ന് താഴ്ന്നു തന്നല്ലോ, അല്ലെ അവൾ എൻ്റെ മുന്നിൽ വന്ന് താഴ്ന്നു തന്നല്ലോ എന്നുള്ളൊരു ഇതല്ല, ആ ഒരു രീതിക്ക് നിൽക്കാൻ പാടില്ല. കാരണം ഇങ്ങനെ ഒരു വ്യക്തി താഴ്ന്നു വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സഫറിങ്ങിൻ്റെ ഫലമാണ്, നിങ്ങൾക്കുള്ള ജസ്റ്റിസ് ആണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ താഴ്ന്നു വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരിക്കലും പ്രൗഡ് ആവാൻ പാടില്ല. ആ ഒരു ടൈമിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ അവരെ ഈഗോയിൽ ഡീൽ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഈഗോയിൽ അവരെ ഡീൽ ചെയ്യാൻ പാടില്ല. സോ ഈഗോ വർക്കൗട്ട് ചെയ്യാനായിട്ട് പാടില്ല. സോ നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വേയിൽ ഈ ഒരു വ്യക്തിയെ ഡീൽ ചെയ്യണം എന്നാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻസ് ആൻഡ് എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. സോ ദ എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം മീൻസ് എന്താണ്? ബാലൻസിനെയാണ് പറയുന്നത് കേട്ടോ. ബാലൻസിലേക്ക് ഇരിക്കാനാണ് ഡിവൈനും യൂണിവേഴ്സും ഇവിടെ നിങ്ങളോട് പറയുന്നുള്ളത്. ഗൈഡൻസും അത് തന്നെയാണ്. സോ നിങ്ങളുടെ റിലേഷനിൽ ഓവറോൾ എനർജീസ് എ വിൻ വിൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ്. നിങ്ങൾ എന്താണോ ഈ റിലേഷനിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ഫേവറിലേക്ക് ഈ വീൽ ഓഫ് ഫോർച്യൂൺ ടേൺ ചെയ്യാൻ പോവുകയാണ്. ഈ വീൽ നിങ്ങളുടെ ഫേവറിൽ വരാൻ പോവുകയാണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള റിലേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറിൽ റിലേഷൻ വരും, നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ നടക്കും. സോ യൂണിവേഴ്സിനോട് ഇപ്പം തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അഫർമേഷൻ കൊടുത്തോളുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. താങ്ക് യു യൂണിവേഴ്സ്, ബിക്കോസ് ഇത്രയും കാര്യങ്ങൾ നടന്നു, ഇതിന് ഞാൻ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. ബിക്കോസ് ഞാനിത് കുറേ കാലമായിട്ട് ഈ ഒരു ജസ്റ്റിസ് റിസർവ് ചെയ്താണ്, ജസ്റ്റിസിന് വേണ്ടി വെയിറ്റ് ചെയ്താണ്. സോ താങ്ക് യു സോ മച്ച്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക കേട്ടോ. എന്താ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് കൊണ്ടുള്ളൊരു ഉപകാരം എന്നറിയോ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കില്ലാത്ത കാര്യത്തിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കത് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ബിക്കോസ് എല്ലാ എനർജീസ് അല്ലേ, അതാണ് ലോ ഓഫ് അട്രാക്ഷനും പറയുന്നുള്ളത്. ഈ ഒരു ടെക്നിക്സ് അറിയാവുന്നവരൊക്കെ ലൈഫിൽ ഒത്തിരി അധികം കാര്യങ്ങൾ അട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും കേട്ടോ. ഒത്തിരി അധികം കാര്യങ്ങൾ ഞാൻ പോലും ഞാനാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പറയണ്ട ഞാൻ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, എൻ്റെ സെൽഫ് ലവ് ഭയങ്കര ഹൈ ലെവലിലാണ്, അങ്ങനൊന്നും കമൻറ്റ് സെക്ഷനിൽ പറയേണ്ട ആവശ്യമില്ല. എന്നെ നോക്കുക, ഞാൻ ഭയങ്കര സെൽഫ് ലവിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. സോ അനുഭവം ഒരു എന്നാണ് പറയുന്നത്, നമ്മൾ അനുഭവത്തിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത്. അപ്പോൾ സെൽഫ് ലവ് ചെയ്തിട്ടും സ്പെസിഫിക് പേഴ്സൺ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവ് ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം കേട്ടോ. സെൽഫ് ലവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ സ്പെസിഫിക് പേഴ്സണെ കുറിച്ച് ചിന്തിക്ക് പോലും ഉണ്ടാവില്ല. അവരെ നമുക്ക് വേണ്ട, നമുക്ക് നമ്മളുണ്ടല്ലോ, പിന്നെ ഇതിനെ സെൽഫ് ലവ് ചെയ്തിട്ട് സ്പെസിഫിക് പേഴ്സണെ അട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന എനർജി ഇല്ല യൂണിവേഴ്സ് ഗിഫ്റ്റായിട്ട് നമുക്ക് അതിനെ കൊണ്ട് തരുന്നത് കേട്ടോ. ഓക്കെ, പീസ്ഫുൾ റെസൊല്യൂഷൻ എന്തായാലും തൽക്കാലത്തേക്ക് നമുക്കത് വേണ്ട. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ് നെക്സ്റ്റ് 48 hours ഗൈഡൻസ്. ഓക്കെ, അത് വീണ്ടും ആ കാർഡ് വന്നു കേട്ടോ. നമ്മളത് എടുക്കുന്നുണ്ട്, ആർക്കും ഉള്ളൊരു മെസ്സേജസ് ആണ്.
ടേക്ക് ആക്ഷൻ 2 times ടേക്ക് ആക്ഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻസ് ആൻഡ് ടേക്ക് ആക്ഷൻ. ഗൈഡൻസ് ഇതാണ്. സോ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻസ് ആണ് ഈ ഒരു ടൈമിൽ, നിങ്ങളുടെ ആക്ഷനിലാണ് ഈ ഒരു കണക്ഷൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ സോ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ക്വിക്ക്ലി ഒരു ആക്ഷൻ എടുത്തോളുക. ഓക്കെ, അപ്പം നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, അതിൽ നിങ്ങളുടെ ആക്ഷൻ അതിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളൊരു തോട്ട്സിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചില ആളുകളുണ്ട്, നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ ഈ റിലേഷൻ ഓക്കെ ആകും എന്നുള്ള തോട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ സോ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ആക്ഷൻ എടുത്തോളൂ കേട്ടോ, ഒറ്റയടിക്ക് ആക്ഷൻ എടുത്തോളൂ. ഈ റീഡിങ്ങിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് എന്താണെന്നറിയോ? ദിസ് കാർഡ്, പീസ്ഫുൾ റെസൊല്യൂഷൻ. ഇതാണ് ഓവറോൾ ഈ ഒരു 48 hours എനർജീസ് എന്ന് പറയുന്നത്. പീസ്ഫുൾ റെസൊല്യൂഷനാണ്. ബിക്കോസ് ഈ പീസ്ഫുൾ റെസൊല്യൂഷനാണ് മെയിനായിട്ടും ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻസ്. ഈ ഒരു റിലേഷൻ്റെ ഓവറോൾ എനർജി പീസ്ഫുൾ റെസൊല്യൂഷനാണ്. ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എന്തൊക്കെ ചാലഞ്ചസ് ആണോ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ ചാലഞ്ചസ് ഒക്കെ എൻഡ് ആവാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണുമായിട്ട്, അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ഫേവറിലേക്ക് വന്നിട്ട് അതൊരു ഹാർമണിയിലേക്ക് വരും. ഓക്കെ, സോ നിങ്ങൾക്കൊരു സെൻസ് ഓഫ് പീസ് അതിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഏതെങ്കിലും വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു ഡിസഗ്രിമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോ അത് എഗ്രിമെൻറ്റിലേക്ക് വരും. എഗ്രി ചെയ്യുന്നുണ്ടാവും അവർ, എഗ്രിയിലേക്ക് പറയുന്നുണ്ടാവും അവർ. ലൈക്ക് എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫേവറിലേക്ക് സമയം നിൽക്കുന്ന ഒരു ടൈമാണിത്. നമ്മൾ പറയത്തില്ലേ, മേ ബി നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ശനിദശയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്ലാനറ്റിൻ്റെ പൊസിഷൻസ് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പം ചില കാര്യങ്ങളൊക്കെ ഫേവറിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓക്കെ ആവും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ നമ്മൾ ടാറോട്ടിൽ മെയിനായിട്ടും ഡിവൈൻ ടൈമിംഗ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഡിവൈൻ ടൈമിംഗ് ആണ് നിങ്ങളുടെ ഫേവറിൽ നിൽക്കാൻ പോകുന്നത്. സോ ഡിസഗ്രിമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിൽ ബി റിസോൾവ് ഇൻ യുവർ ഫേവർ. നിങ്ങളുടെ ഫേവറിൽ ആ ഒരു കാര്യം റിസോൾവ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറിലേക്ക് ആ ഒരു കാര്യങ്ങൾ വരുന്നുണ്ടാവും. മേ ബി ഫോർ സം ഓഫ് യു എന്തെങ്കിലും ലീഗൽ ബാറ്റിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എംപ്ലോയേഴ്സ് തമ്മിലുള്ള ബാറ്റിൽസ് ആയിരിക്കാം, സ്ട്രഗിൾസ് ആയിരിക്കാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലുള്ള എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ആയിരിക്കാം. വാട്ട് എവർ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലീസ് തമ്മിലുള്ള എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ആയിരിക്കാം. സോ നിങ്ങളുടെ സമയം ടോട്ടലി നിങ്ങളുടെ ഓവറോൾ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ വരാനായിട്ട് ഇവിടെ പോവുകയാണ്. നെക്സ്റ്റ് 48 hours നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറിലേക്ക് എല്ലാ കാര്യങ്ങളും വരാൻ പോവാണ്. യു വിൽ ബി ലൈക്ക്, എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എൻ്റെ ഫേവറിൽ, നിങ്ങൾക്ക് നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങളുടെ ഫേവറിൽ വരാൻ പോവാണ്. ഓക്കെ, നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങളുടെ ഫേവറിലേക്ക് വരാൻ പോവുകയാണ്. സോ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ടും നിങ്ങൾക്കിപ്പം ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശരിക്കും അത് മനസ്സിലാക്കി ചെയ്യുക. മനസ്സിലായോ? അതിൽ തെറ്റാണ്, നിങ്ങൾക്കത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ പീസ് അതിൽ മോശമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പീസ് നഷ്ടപ്പെടാൻ പോവുകയാണെന്നുള്ളൊരു എനർജി നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ വിട്ട് കളയുക. ഓക്കെ, നിങ്ങളുടെ പീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഇവിടെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നുള്ളത്. സോ അപ്പം ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് 48 hours ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആകും, അല്ലെങ്കിൽ ഇത് കേൾക്കേണ്ട ആളുകളുണ്ടാവും, മെസ്സേജസ് അറിയേണ്ട ഗൈഡൻസിന് വേണ്ടിയിട്ട് ആളുകളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അതുപോലെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുള്ള പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ യാ, താങ്ക് യു.